അജിംസെ, സ്വർണം കട്ടവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതേ പിണറായി വിജയൻ ഭരിക്കുന്ന, ഇതേ ഇടതുമുന്നണി ഭരിക്കുന്ന കേരളത്തിലല്ലേ പേരൂർക്കടയിൽ ഒരു സാധു സ്ത്രീ, ദളിത് സമുദായത്തിൽപ്പെട്ടൊരു സ്ത്രീ അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു തെളിവുമില്ലാതെ അവർ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് 20 മണിക്കൂർ അവർ ഭേദ്യം ചെയ്ത് അവരെ ശാരീരികമായും മാനസികമായും തകർത്ത് കളഞ്ഞത്. ഇതിപ്പോൾ എത്ര ദിവസമായി ഇത്? ഇവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെക്കുറിച്ച് വളരെ ദുരൂഹമായ കഥകൾ കേൾക്കുന്നു. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊന്നും ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്ന ഉന്നതരുണ്ടെന്ന് വ്യക്തമല്ലേ? ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ പിന്തുണയില്ലാതെ എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്? ഇവിടെ ഒരു സംശയവുമില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, ദേവസ്വത്തെ സംബന്ധിച്ച് ആഗോള അയ്യപ്പ സംഗമം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുകയാണ്. അയ്യപ്പനെ തന്നെ ഒരു വിൽപ്പന ചരക്കാക്കാൻ, പ്രദർശന വസ്തുവാക്കാൻ ഈ സർക്കാർ ഒരുമ്പിട്ടിറങ്ങി എന്നുള്ള യാഥാർത്ഥ്യമല്ലേ? ഇവിടെ കോടതിയുടെ മുമ്പിൽ ഒരു പറഞ്ഞത് എന്താ? ഇതിനു വേണ്ടി സർക്കാർ യാതൊരു തരത്തിലുള്ള ഫണ്ടും ദേവസ്വം ഫണ്ടും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കോടതി അലക്ഷ്യം വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. കോടതിക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല. 3 കോടി രൂപയോളം ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു എന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ ഇതേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി ബന്ധപ്പെട്ട എന്താ? ഈ കേരളത്തിലെ എന്നല്ല, ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായ ഈ പറയുന്ന ദ്വാരപാലക ശില്പം പരസ്യമായി പ്രദർശനത്തിന് വെച്ച്, എക്സിബിഷന് വെച്ച്, ടിക്കറ്റ് വെച്ച് പൈസ പിരിക്കുന്ന പോലെ പൈസ പിരിച്ചിരിക്കുകയാണ്. അയ്യപ്പ വിശ്വാസത്തെ അപമാനിച്ചിരിക്കുകയാണ്. അയ്യപ്പ വിശ്വാസം എന്ന് പറയുന്നത് തെരുവിലൊരു വിൽപ്പന ചരക്കാക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന CPM-ന്റെ കൊടിമര ജാഥയ്ക്ക് കൊടിമരം പ്രദർശിപ്പിക്കുന്നത് പോലെ ഓരോ വീടുകളിലും ഓരോ തെരുവുകളിലും ഇത് പ്രദർശിപ്പിച്ച്, ഇത് സത്യത്തിൽ സാമ്പത്തികമായ ചൂഷണം തീർച്ചയായും ഇതിനകത്തുണ്ട്. വിശ്വാസത്തോട് നേരെയുള്ള വെല്ലുവിളിയല്ലേ ഇത്? കൃത്യമായി അയ്യപ്പനെ മാർക്കറ്റ് ചെയ്യാൻ, അയ്യപ്പനെ പ്രദർശന വസ്തുവാക്കാൻ, അയ്യപ്പനെ കച്ചവടവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ഇതിനെതിരെ കൃത്യമായി നടപടിയെടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഈ പറയുന്ന ദേവസ്വം അധികാരികളെ തന്നെ നീക്കം ചെയ്യേണ്ടതാണ്. അവർ സ്ഥാനത്ത് തുടരാൻ അർഹരല്ല. അവർ രാജിവെക്കുന്നില്ലെങ്കിൽ അവരെ പുറത്താക്കാൻ എന്തുകൊണ്ട് സർക്കാർ മടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണം എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. ഈ 2019 ശബരിമലയിലെ യുവതി പ്രവേശനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതി വിധിയുടെ കാലത്തുണ്ട് അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയിലാണ് സർക്കാർ ഇവിടെ നിൽക്കുന്നത്. നോക്കി നിൽക്കുന്നവർക്ക് മനസ്സിലാകും. ആ പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രി വാതുറക്കുന്നില്ല. സർക്കാർ പ്രതിനിധികൾ ആരും ഇതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. മുൻ ദേവസ്വം അധ്യക്ഷന്മാരും ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും ചിലപ്പോഴൊക്കെ ദേവസ്വം മന്ത്രിയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലായി പലപ്പോഴും ഒഴിഞ്ഞു മാറാറാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ദേവസ്വം അധികൃതരെ പുറത്താക്കാതെന്നുള്ള അനൂപിന്റെ ചോദ്യത്തിനുള്ള മറുപടി, അങ്ങനെ ഒരു സമ്മർദ്ദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. നോക്കൂ, ഇപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ അനൂപ് പറഞ്ഞു. ഈ അയ്യപ്പനെ തെരുവിൽ പണപ്പിരിവിന് ഉപയോഗിച്ചു. യെസ്, അത് നിങ്ങളുടെ വിഷയമാവാതിരിക്കും. മറ്റൊരു കാര്യം, അഡ്മിനിസ്ട്രേറ്റീവായിട്ടൊരു പ്രശ്നം അവിടെ ഉണ്ട്. ദേവസ്വം ബോർഡിൻ്റെ, അതായത് ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ദേവസ്വം, അവിടെ സ്വർണം മോഷണം പോയിരിക്കുന്നു. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്. നിങ്ങൾ തെരുവിൽ കാണുന്നില്ല 2019 കണ്ടതുപോലെ. അല്ല, ഞങ്ങൾ തെരുവിൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് ശരിയല്ല. ഈ പറയുന്ന 9-ാം തീയതി അടക്കം വലിയ പ്രക്ഷോഭങ്ങൾ, വലിയ രീതിയിലുള്ള സമര രീതികൾ UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നേ. ഞങ്ങളിതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമല്ല. താങ്കൾ പറഞ്ഞതുപോലെ ഭരണപരമായ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് മാത്രമല്ല, ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തന്നെ മുൻനിർത്തി ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. അത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, കൃത്യമായ സാമ്പത്തിക അജണ്ട ഇതിനകത്തുണ്ട് എന്നുള്ള ആരോപണം വളരെ തുടക്കം മുതലേ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ യാഥാർത്ഥ്യമായില്ലേ? ഇവിടെ പിണറായി വിജയൻ പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്ന പോലെ ചില തെരഞ്ഞുപിടിച്ച ആളുകളെ വിശ്വാസി പ്രമുഖർ എന്ന് സ്ഥാപിച്ചുകൊണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി, പണപ്പിരിവിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണെന്നേ. അത് വളരെ കൃത്യമായിരിക്കുകയാണ്. ഇവിടെ ഈ അയ്യപ്പനെ കേന്ദ്രീകരിച്ച്, ശബരിമലയെ കേന്ദ്രീകരിച്ച് കൃത്യമായ ടാർഗറ്റഡായ സാമ്പത്തികമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഭരണപരമായ വീഴ്ച മാത്രമല്ല, രാഷ്ട്രീയമായും സാമ്പത്തികമായും ദുരുദ്ദേശങ്ങളോടുകൂടി സംഘടിപ്പിക്കപ്പെട്ട ഒന്നാണ്. ഇതിപ്പോൾ ഈ അയ്യപ്പ സംഗമം വളരെ കൃത്യമായി പുറത്തു കൊണ്ടുവരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ 2019 തന്നെ ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് വിജയ് മല്യ സമർപ്പിച്ച ഈ പറയുന്ന സ്വർണം എവിടെ എന്നുള്ള ചോദ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുകയാണെന്നേ. ഇത് ദേവസ്വം എന്ന് പറയുന്നത് എന്താ? ഇവിടെ സമർപ്പിക്കപ്പെടുന്ന ഒരു
സാധാരണ കാണിക്കയിടുന്ന ഭക്തന്റെ മുതൽ വൻ സ്വത്തുവകകൾ വരെ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ള സർക്കാരിലേത്, ബാധ്യതയുള്ള ദേവസ്വം ബോർഡിലേത്. അതിൽ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടില്ല. ഇപ്പോഴെന്താണ് നടക്കുന്നത്? അജിംസ, താങ്കൾക്കറിയാം, അയ്യപ്പ സംഗമം എന്ന പേര് വെച്ച് അയ്യപ്പനേക്കാൾ വലിയ പടം പിണറായി വിജയന്റെ പ്രദർശിപ്പിക്കുക. ഇത് സർക്കാരിന്റെ പൊതു രീതിയാ. മോഹൻലാലിനെ ആദരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനേക്കാൾ വലിയ പടം പിണറായി വിജയന്റെ. ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് PR സർക്കാരായി മാറി. അത് ശബരിമലയിൽ അത് അങ്ങനെയായി. ഇപ്പൊ ഇവിടെയും ഇവന്റ് മാനേജ്മെന്റ് കൊടുത്തിട്ടുള്ളത് എവിടെയാ? ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പല പൊതുമരാമത്ത് പരിപാടികളിലും നമ്മൾ ഊരാളുങ്കൽ സൊസൈറ്റി ഉപയോഗിച്ച് നടത്തുന്ന തീവട്ടിക്കൊള്ള കേരളം പലവട്ടം ചർച്ച ചെയ്തതാ. ഇപ്പൊ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് ഒരു പരിപാടി നടത്തി, അതിന്റെ ഇവന്റ് മാനേജ്മെന്റും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരിക്കുക. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ഇപ്പോ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ സഹോദരി എന്ന് പറയുന്ന പോലെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ആരാണ് കൈയാളുന്നതെന്ന് കേരളത്തിൽ ആർക്കറിയാത്തത്? അപ്പോൾ വളരെ കൃത്യമായി ഈ പറയുന്ന ശബരിമല സന്നിധാനത്ത് സമസ്ത പ്രവർത്തനങ്ങളെയും CPM നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് സാമ്പത്തിക ലക്ഷ്യത്തോടു കൂടി വിഭവ സമാഹരണത്തിന് ശബരിമലയെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ആരോപണമല്ല, യാഥാർത്ഥ്യമാണത്. കേരളീയ പൊതുമണ്ഡലത്തിനകത്ത് വളരെ കൃത്യമായി നിലനിൽക്കുകയാണ് ഊരാളുങ്കൽ സൊസൈറ്റി. അനൂപ് പറഞ്ഞു 9-ാം തീയതി നിങ്ങൾ സമരം തുടങ്ങുകയാണെന്ന് പറഞ്ഞു. ക്ലൈമാക്സ് അനൂപ് പറഞ്ഞു 9-ാം തീയതി സമരം തുടങ്ങാം. 9-ാം തീയതി മുതൽ നിങ്ങൾ എന്ത് സമരമാണ് ചെയ്യുന്നത്?